കാലം CPM-ന്റെ കൂടെ സഞ്ചരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് പുറത്തു വരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിക്കുന്നു. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? ഞാൻ 60 വർഷത്തിൽ ഏറെയായി CPM-ൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആധിപത്യമില്ല കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. അതിന് ചില വ്യക്തികളുടെ താല്പര്യമാണ്. ഇതിനെ ഞാൻ പാർട്ടിക്കകത്ത് നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം എത്തിയിരുന്നത്. പാർട്ടി ഘടകങ്ങൾ ആകെ എതിർത്തിട്ട് അത് ഉയർന്ന സെക്രട്ടേറിയറ്റ് മുതൽ ബൂത്ത് തലം വരെയുള്ള പാർട്ടി ഘടകങ്ങൾ ആകെ എതിർത്തിട്ട് ആ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. പാർട്ടിയിലെ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഉൾപാർട്ടി ജനാധിപത്യത്തിനെതിരായിട്ടുള്ളതാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ ഇത്തരം ഒരു തീരുമാനം എടുത്തത്. മാഷ് അവർ പറയുന്നത് എന്താ വെച്ചാൽ പ്രധാന അധിക്ഷേപം മാഷിക്ക് ഒരു സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട് പാർട്ടി ഒട്ടുകൊടുത്തതാണ്. അല്ലാതെ ഈ ഗോവിന്ദ മാഷ്ക്ക് ഇനിയും വെയിറ്റ് ചെയ്യാനുള്ള സാഹചര്യം കൊണ്ട് ഒരുപാട് സ്ഥാനങ്ങൾ തന്നതാണ്. പക്ഷേ ഈ MLA സ്ഥാനം ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പുറത്ത് മാത്രമാണ് മാഷ് ഇറങ്ങിപ്പോയെന്നുള്ളൊരു ചർച്ചയാണ് CPM മുമ്പോട്ട് വയ്ക്കുന്നത്. എനിക്ക് സ്ഥാനമാനം മോഹം പറയുന്നവരോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. മോഹമില്ലാത്തവർ 3 തവണ MLA ആയി 4ാം തവണ ആ കസേരയിൽ എൻ്റെ ഭാര്യ ഇരിക്കണമെന്ന് പറയുന്നതാണോ സ്ഥാനമോഹത്തിൻ്റെ പ്രശ്നം? ഞാൻ എവിടെ ഇരുന്നിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് ആഗ്രഹിച്ചിട്ടില്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 3 തവണ ഇരിക്കുകയും 4ാമത്തെ തവണ എൻ്റെ ഭാര്യയും പിടിച്ചിരിക്കുന്നവരാണ് എന്നോട് പറയുന്നത് ഗോവിന്ദ മാഷക്ക് സ്ഥാനമോഹമാണ് എന്ന്. പരിശോധിക്കട്ടെ ജനങ്ങൾ. പക്ഷേ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ രൂപീകരണത്തിന് ശേഷം ആകെ ഒരു തവണയാണ് കോൺഗ്രസിന് CPM നഷ്ടപ്പെട്ടത്. ആകെ ഒരു തവണ, അത് 70-കളിലൊന്നാണ് എൻ്റെ ഓർമ്മ. ഇതുവരെ പിന്നീട് CPM മാത്രം ജയിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ അത്തരമൊരു മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു മത്സരമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ മുമ്പോട്ടിറങ്ങും എങ്ങനെയാണ് ആത്മവിശ്വാസം? അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ CPM-ന്റെ അണികളിലാകെ ഉള്ള അതിശക്തമായിട്ടുള്ള ഈ നയത്തോടുള്ള വിരോധമുണ്ട്. ഈ സ്ഥാനാർത്ഥിയെ ഒരു CPM ഘടകവും അംഗീകരിച്ചു. അതുതന്നെയാണ് എനിക്ക് മത്സരിക്കാനുള്ള. ശരി, അപ്പം CPM ഘടകങ്ങളെ ജനങ്ങളുടെ മനസ്സുകൊണ്ടുള്ള എല്ലാ പിന്തുണയും എനിക്കുണ്ടാവും എന്നാണ്. എന്തൊക്കെയായിരിക്കും ഒരു പ്രധാന വിഷയങ്ങൾ ഈ തളിപ്പറമ്പിനെ സംബന്ധിച്ച് മുമ്പോട്ട് വയ്ക്കാനുണ്ടാവുക ഇലക്ഷനിൽ? തളിപ്പറമ്പിനെ സമയത്ത് തളിപ്പറമ്പിൻ്റെ വികസന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഗോവിന്ദ മാഷ് പറയുന്ന കുറേ കൊട്ടിക്കൊഴിച്ച വികസനങ്ങളുണ്ട്. പക്ഷേ ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ, വ്യവസായങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വികസനത്തിൻ്റെ അടിസ്ഥാന കാര്യം. അതൊന്നും തന്നെ വേണ്ടത്ര നമുക്ക് ഇവിടെ വന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ തളിപ്പറമ്പത്തിന് ഉയർന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വികസനത്തിൻ്റെ ആയിരിക്കും പ്രധാനമായിട്ട്. തീർച്ചയായിട്ടും വികസന പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയമുണ്ട്, വികസന പ്രശ്നം. ശരി മാഷെ, ശരി മാഷെ, ഓൾ ദി ബെസ്റ്റ്. അലയടിക്കുന്നത് ആ വികാരം ജനങ്ങൾക്കാകെയുള്ള വികാരം. തീർച്ചയായിട്ടും അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, UDF-ന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ ജനവികാരം എനിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. പിന്നെ PT എന്നെ എവിടെയാ വന്നത്? മറ്റേ വണ്ടി എന്ത്? അഭിവാദ്യങ്ങൾ 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 ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം 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 അഭിവാദ്യങ്ങൾ ധീരാ ധീരാ നേതാവേ ധീരാ ധീരാ നേതാവേ ധീരാ ധീരാ നേതാവേ ധീരാ ധീരാ നേതാവേ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ കരകരവിന്റെ അഭിവാദ്യങ്ങൾ കരകരവിന്റെ അഭിവാദ്യങ്ങൾ രാഹുലേ രാഹുലേ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ
ഇവിടുത്തെ MP കെ സുധാകരനാണ്. ഇവിടെ കെ സുധാകരനുള്ള ഭൂരിപക്ഷം 4000 5000 അതേ ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചു വരുമെന്നാണ് UDF ക്യാമ്പിനുള്ള പ്രതീക്ഷ. അതേ രീതിയിൽ സുധാകരേട്ടൻ മത്സരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ UDF സംവിധാനം ചലിച്ചത്, അതിൽ കാട്ടി ഒരുപടി മുന്നോട്ട് UDF സംവിധാനം ചലിക്കും, യൂത്ത് കോൺഗ്രസ് ചലിക്കും, യുവജന സംഘടനകൾ മുന്നോട്ട് ഇറങ്ങുമെന്നാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഓഫീസിലാണ്. എത്രത്തോളം ഉണ്ട് കോൺഗ്രസ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ സജീവമായിട്ട് അവരുടെ പിന്തുണ ആണ് നമുക്ക് കോൺഗ്രസ് UDF ആണ് പിന്തുണ. UDFിന് 2 പ്രധാന കക്ഷികളുണ്ട്, കോൺഗ്രസ് മുസ്ലിം ലീഗ്. വളരെ ശക്തമായിട്ട് എനിക്ക് ആവേശകരമായി ഈ ഇടതുമുന്നണിക്ക് നല്ല അടിത്തറയുള്ള സ്ഥലമാണ്. പക്ഷെ അതുപോലെ ഗോവിന്ദൻ മാസ്റ്റർ നല്ല തോതിൽ ആളുകളായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിക്കുക, ഏത് തരത്തിലാണ് വിജയിക്കുന്നത്? ഇടതുമുന്നണിക്ക് അടിത്തറയുള്ളത് തന്നെയാണ്. പക്ഷേ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളകിയിട്ടുണ്ട്. ഇവിടെ സുധാകരൻ മത്സരിച്ച ഘട്ടത്തിൽ 2000 വോട്ട് സുധാകരൻ ഇടതുമുന്നണിയുടെ ആളുകൾ വോട്ട് കൊടുക്കാതെ സുധാകരൻ ലഭിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ അടിത്തറ ഇളക്കിയ ഇടതുമുന്നണിയുടെ വോട്ടുകളുടെ തന്നെ അടിത്തറ ഇളക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ ശക്തമായ വോട്ടാണ് നൽകുന്നത് പറയുന്നത് UDF നല്ല സ്വാധീനമുള്ള അവസാനം ഒരു ചോദ്യം, ഈ സുധാകരൻ കെ സുധാകരൻ അവസാനത്തുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വെല്ലുവിളിയോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? സുധാകരൻ സജീവമായിട്ടുണ്ടാവുമോ? ഒന്നുമില്ല, ഞാൻ സുധാകരനെ കണ്ടില്ല. കാരണം എനിക്ക് പിന്തുണ നൽകുന്ന പ്രസ്ഥാനം UDF ആണ്. UDFിൻ്റെ സർവീസിനെയാണ് സുധാകരൻ. അപ്പോൾ ആ നിലയ്ക്ക് സുധാകരനെ സന്ദർശിച്ചിരുന്നു. സുധാകരൻ പറഞ്ഞത് ഞാൻ ഉയർത്തിയ വിഷയം മാസ്റ്റർ നിലപാടുമായി പോയപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയുണ്ടാവും, UDFിൻ്റെ പിന്തുണയുണ്ടാവും. സുധാകരൻ വ്യക്തിപരമായി പിന്തുണയോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ വലിയ കാലം CPMന്റെ കൂടെ സഞ്ചരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് പുറത്തു വരുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിക്കുന്നു. എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? കമ്മ്യൂണിസ്റ്റ് സംഘടനാ തത്വങ്ങൾ തകർത്തുകൊണ്ടിരിക്കും. അതിന് ചില വ്യക്തികളുടെ താല്പര്യമാണ്. ഇതിനെ ഞാൻ പാർട്ടിക്കകത്ത് നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം എത്തിയിരുന്നത്. പാർട്ടി ഘടകങ്ങൾ ആകെ എതിർത്തിട്ട്, അത് ഉയർന്ന സെക്രട്ടേറിയറ്റ് മുതൽ ബൂത്ത് തല വരെയുള്ള പാർട്ടി ഘടകങ്ങൾ ആകെ എതിർത്തിട്ട് ആ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. പാർട്ടിയിലെ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഉൾപാർട്ടി ജനാധിപത്യത്തിനെതിരായിട്ടുള്ളതാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞാൻ ഇത്തരം ഒരു തീരുമാനം എടുത്തത്. മാഷ് അവർ പറയുന്നത് എന്താ വെച്ചാൽ പ്രധാന നിക്ഷേപം മാഷിക്ക് ഒരു സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട് പാർട്ടി ഒറ്റുകൊടുത്തതാണ്. അല്ലാതെ ഈ ഗോവിന്ദ മാഷിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, ഒരുപാട് സ്ഥാനങ്ങൾ തന്നതാണ്. പക്ഷേ ഈ MLA സ്ഥാനം ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പുറത്ത് മാത്രമാണ് മാഷ് ഇറങ്ങിപ്പോയെന്നുള്ളൊരു ചർച്ചയാണ് CPM മുമ്പോട്ട് വയ്ക്കുന്നത്. എനിക്ക് സ്ഥാനമാനം മോഹം പറയുന്നവരോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. മോഹമില്ലാത്തവർ 3 തവണ MLA ആയി 4ാം തവണ ആ കസേരയിൽ എൻ്റെ ഭാര്യ ഇരിക്കണമെന്ന് പറയുന്നതാണോ സ്ഥാനമോഹത്തിൻ്റെ പ്രശ്നം? ഞാനോട് ഇരുന്നിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് ആഗ്രഹിച്ചിട്ടില്ലല്ലോ, ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 3 തവണ ഇരിക്കുകയും 4ാമത്തെ എൻ്റെ ഭാര്യയെയും പിടിച്ചിരിക്കുന്നവരാണ് എന്നോട് പറയുന്നത് ഗോവിന്ദ മാഷക്ക് സ്ഥാനമോഹമാണ് എന്ന്. പരിശോധിക്കട്ടെ ജനങ്ങൾ. പക്ഷേ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ രൂപീകരണത്തിന് ശേഷം ആകെ ഒരു തവണയാണ് കോൺഗ്രസിന് CPM നഷ്ടപ്പെട്ടത്. ആകെ ഒരു തവണ, അത് 70-കളിലെന്നാണ് എൻ്റെ ഓർമ്മ. ഇതുവരെ പിന്നീട് CPM മാത്രം ജയിച്ചൊരു മണ്ഡലമാണ്. അപ്പോൾ അത്തരമൊരു മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു മത്സരമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ മുമ്പോട്ട് ഇറങ്ങും എങ്ങനെയാണ് ആത്മവിശ്വാസം? അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ CPMൻ്റെ അണികളിലാകെ ഉള്ള അതിശക്തമായിട്ടുള്ള ഈ നയത്തോടുള്ള വിരോധമുണ്ട്. ഈ സ്ഥാനാർത്ഥിയെ ഒരു CPM ഘടകവും അംഗീകരിച്ചു. അതുതന്നെയാണ് എനിക്ക് മത്സരിക്കാനുള്ള. ശരി, അപ്പം CPM ഘടകങ്ങളെ ജനങ്ങളുടെ മനസ്സുകൊണ്ടുള്ള എല്ലാ പിന്തുണയും എനിക്കുണ്ടാവും എന്നാണ്. എന്തൊക്കെയായിരിക്കും ഒരു പ്രധാന വിഷയങ്ങൾ ഈ തളിപ്പറമ്പിനെ സംബന്ധിച്ച് മുമ്പോട്ട് വയ്ക്കാനുണ്ടാവുക ഇലക്ഷനിൽ? തളിപ്പറമ്പിൻ്റെ സമയത്ത് തളിപ്പറമ്പിൻ്റെ വികസന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഗോവിന്ദ മാഷ് പറയുന്ന കുറേ കൊട്ടിക്കൊഴിച്ച വികസനങ്ങളുണ്ട്. പക്ഷേ ജനങ്ങളുടെ
സാമ്പത്തിക ശേഷിയുമായി ബന്ധപ്പെട്ട വികസനം, വ്യവസായങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വികസനത്തിൻ്റെ അടിസ്ഥാന കാര്യം. വികസനത്തിന്റെ അതൊന്നും തന്നെ വേണ്ടത്ര നമുക്ക് ഇവിടെ വന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ കൽപ്പാണ്ടത്തിന് ഉയർന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വികസനത്തിന്റെ ആയിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. തീർച്ചയായിട്ടും വികസന ഒരു പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയമുണ്ട്, വികസന പ്രശ്നം. ശരി മാഷെ, ശരി മാഷെ, ഓൾ ദി ബെസ്റ്റ്. എന്നെവിടെയാ വന്നത്? മറ്റേ വണ്ടി എന്ത്